വിസ്ഡം യൂത്ത് സംഘടിപ്പിക്കുന്ന കേരള ടീച്ചേഴ്സ് കോൺഫറൻസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ള പ്രതിനിധി സുഹൃത്തുക്കളെ, ഇതിൻ്റെ സംഘാടകരെ, അധ്യാപകരുടെ ഒരു മഹാസമ്മേളനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വലിയ കൂട്ടായ്മ എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ മേഖലയിൽ കാലികമായി ചർച്ച ചെയ്യപ്പെടേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുക്കുകയും സംവാദം സംഘടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്നതാണ് ഈ സമ്മേളനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മഹത്വം എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ തുടങ്ങി ഏതാണ്ട് ഇപ്പോൾ ഉച്ചവരെയായി, വൈകുന്നേരം വരെ വൈവിധ്യങ്ങളാർന്ന വിഷയങ്ങളാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് പൊതുസമൂഹത്തിൻ്റെ ഭാഗമായി വിദ്യാലയങ്ങളിലും നമ്മുടെ ജീവിത പരിസരത്തും ഇടപെടുമ്പോൾ നാം സൂക്ഷിക്കേണ്ട പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇവിടെ ചർച്ച ചെയ്യപ്പെടുകയാണ്. അധ്യാപകൻ നിലവിലുള്ള വ്യവസ്ഥിതിയോട് പൊരുത്തപ്പെട്ടു പോകുമ്പോൾ തന്നെ ആ വ്യവസ്ഥിതിക്കുള്ളിലെ പരിമിതികളെ കണ്ടെത്താനും ആ പരിമിതികൾ മറികടക്കാൻ വളർന്നു വരുന്ന തലമുറയെ പ്രാപ്തരാക്കുകയും ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തം നിർവഹിക്കേണ്ട വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ പ്രദേശത്തും വളർന്നുകൊണ്ടിരിക്കുന്ന സാമൂഹിക തിന്മകൾക്കെതിരെ, അസമത്വങ്ങൾക്കെതിരെ ശക്തമായ രൂപത്തിൽ പ്രതികരിക്കുകയും ഇടപെടുകയും ചെയ്യുക എന്ന വലിയ ഉത്തരവാദിത്വം കൂടി അധ്യാപക സമൂഹം ഏറ്റെടുക്കേണ്ടതുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരധ്യാപക സംഘടനയുടെ പ്രതിനിധി ആയതുകൊണ്ടാണ് നിങ്ങൾ വിളിച്ചപ്പോൾ വളരെ സന്തോഷപൂർവ്വം ഈ സമ്മേളനത്തിന്, ഈ കോൺഫറൻസിന് എത്തിയത്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിഭീകരമായ അവസ്ഥയിലൂടെയാണ് ഞാനും നിങ്ങളും പ്രതിനിധീകരിക്കുന്ന വിദ്യാഭ്യാസ മേഖല കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ ബഹുസ്വരത തകർക്കപ്പെടുകയാണ്. ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ നമ്മളൊക്കെ തന്നെ അഭിമാനപൂർവ്വം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒന്ന് ബഹുസ്വരത എന്നതാണ്. നമ്മുടെ നാട്ടിലെ വിവിധ വിഭാഗം ആളുകൾ, വ്യത്യസ്തരായിട്ടുള്ള ജനവിഭാഗങ്ങൾ എല്ലാവരും ഒരുമയോടെ സഹിഷ്ണുതയോടെ ഇന്ത്യ രാജ്യത്ത് വസിക്കണം എന്നാണ് ഞാനും നിങ്ങളുമൊക്കെ ഇഷ്ടപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ആ ബഹുസ്വരത ഇല്ലാതാക്കാൻ, നമ്മുടെ നാടിൻ്റെ മതനിരപേക്ഷത ഇല്ലാതാക്കാൻ, നമ്മുടെ നാടിൻ്റെ സഹിഷ്ണുത ഇല്ലാതാക്കാൻ ഒരു വിഭാഗം ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കാനും പ്രതികരിക്കാനും ഒക്കെയുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ആളുകളാണ് അധ്യാപകർ എന്ന് പറയുന്നത്. അത് നിർഭാഗ്യവശാൽ കേരളത്തിലെ അധ്യാപക സമൂഹത്തിൽ നിന്ന് വേണ്ടത്ര ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു വിമർശനം ഞാൻ നിങ്ങളുടെ സമ്മേളനത്തിൽ ഉന്നയിക്കുകയാണ്. നമുക്ക് യോജിപ്പിക്കാനുള്ള ഒരുപാട് മേഖലകളുണ്ട്, അതുപോലെ തന്നെ വിയോജിപ്പുള്ള ഒരുപാട് മേഖലകളുണ്ട്. അങ്ങനെ യോജിപ്പിൻ്റെയും വിയോജിപ്പിൻ്റെയും തലത്തിൽ നിന്നുകൊണ്ട് സഹിഷ്ണുതയുടെ, സമാധാനത്തിൻ്റെ വേറിട്ട മാതൃകകൾ സൃഷ്ടിക്കുമ്പോഴാണ് നേരത്തെ അഷറഫ് സാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നാം അധ്യാപകരായി മാറുന്നത്, യഥാർത്ഥ അധ്യാപകരായി മാറുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, എനിക്ക് പറയാനുള്ളത്, നമ്മുടെ നാട് പ്രയാസപ്പെടുന്ന ഘട്ടങ്ങളിൽ, നമ്മുടെ നാടിനെ വിഷമിപ്പിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകുന്ന ഘട്ടങ്ങളിൽ അത് നമ്മുടെ നാടിന് ആപത്താണ് എന്ന് ഉറക്കെ പറയാനുള്ള ഉത്തരവാദിത്തം നാം ഓരോരുത്തരും ഏറ്റെടുക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ സമ്മേളനത്തിന്, ഈ കോൺഫറൻസിന് KSTA എന്ന അധ്യാപക പ്രസ്ഥാനത്തിൻ്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.